ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാല ബ്രെഡ് ടോസ്റ്റ്. അപ്പോൾ വൈകുന്നേരത്ത് സ്നാക്സിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ പറ്റിയൊരു ഡിഷാണ്. എന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ഉരുളക്കിഴങ്ങാണ് എടുക്കണത്. 2 ഉരുളക്കിഴങ്ങിനൊരു നമുക്കൊരു 6 സ്ലൈസ് ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. കുറച്ച് എണ്ണ, ഞാൻ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഒരു സവാള, ഒരു വലിയ സവാള തന്നെ കൊത്തിയരിഞ്ഞത് ഇടുന്നുണ്ട്. അത് 2 ഉരുളക്കിഴങ്ങിന് കുറച്ച് വലിയൊരു വലുപ്പത്തിലുള്ള ഉള്ളി തന്നെ എടുക്കണം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും അതും കൂടി ഒന്ന് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായി ബ്രൗൺ ആവണ്ട കേട്ടോ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ചെറിയൊരു കളർ കിട്ടാൻ മാത്രം. എന്താ വെച്ചാൽ പച്ചമുളക് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറിയ കുട്ടികൾക്കാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യുക കേട്ടോ. മുളക് പൊടി മാത്രം ഇട്ടാൽ മതി. പിന്നെ ഒരു നുള്ളു മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ജീരകപ്പൊടി ഇടുന്നുണ്ട്. അതിനൊരു പ്രത്യേക ഫ്ലേവറാണ്. ജീരകത്തിൻ്റെ പൊടി നമ്മളൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചതിന് ശേഷം പൊടിച്ച് വെച്ചിട്ടിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ 2 ഉരുളക്കിഴങ്ങ് നമ്മൾ ഓൾറെഡി വേവിച്ച് അതിൻ്റെ തൊലി മാറ്റിയിട്ട് ഉടച്ചിട്ട് കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി. എനിക്ക് മല്ലിയിലയും കൂടിയും കുറച്ച് ഒരു പിടി ചേർത്തിട്ട് ഒരു നുള്ളു ഉപ്പ്, നമ്മൾ ആദ്യം മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി ആ തവി വെച്ചിട്ട് നന്നായി ഉടച്ചുടച്ച് നല്ലൊരു മസാലയൊക്കെ ഇട്ട് എടുക്കുക. ഉപ്പൊക്കെ നോക്കുക കേട്ടോ. വേണമെങ്കിൽ വലിയ ആൾക്കാർക്കൊക്കെ എന്ന് വെച്ചാൽ കുറച്ചും കൂടി മുളകോ ഒക്കെ ചേർക്കാം. ഞാൻ ഇവിടെ പച്ചമുളകാണ് അരിഞ്ഞ് ഇട്ടിരിക്കുന്നത്. മുളക് പൊടിയും ഇടിച്ച മുളകും ഒക്കെ ചേർക്കാം. അപ്പോൾ അവരവരുടെ ഇഷ്ടം പാകത്തിനനുസരിച്ചിട്ട്. അതിന് ശേഷം ഞാൻ സ്ലൈസിൽ നല്ലതായിട്ട് ബട്ടർ തേക്കിൻ്റെ 2 പുറത്തും. പിന്നെ ഇഷ്ടമുള്ള സോസ്, ടൊമാറ്റോ സോസോ മയനൈസോ അല്ലെങ്കിൽ മറ്റേ ഷെസ്വാൻ സോസോ ഏത് വേണമെച്ചാൽ ഉപയോഗിക്കാം. ഓരോരോ ഇഷ്ടത്തിന് ആ സോസും കൂടി ചേർത്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രീൻ ചട്നി ഉണ്ടല്ലോ, പുതിനയുടെയൊക്കെ ആ ചട്നി ഉപയോഗിക്കുക. എന്ത് വേണമെച്ചാൽ ചെയ്യുക. അതിന് ശേഷം നന്നായി സ്റ്റഫ് ചെയ്യുക ഈ മസാല. അതിന് മീതെ ഒരു തക്കാളി ഞാൻ അരിഞ്ഞിട്ട് വട്ടത്തിൽ അങ്ങനെ വെച്ചിരിക്കുകയാണ്. ചെറിയ കുട്ടികൾക്കൊന്നും തക്കാളി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് തേക്കണമെന്നില്ല. പിന്നെ കുട്ടികൾക്കൊക്കെ നന്നായി ചീസ് കുറച്ച് നന്നായി ഗ്രേറ്റ് ചെയ്തിടാം. അല്ലെങ്കിൽ ചീസിൻ്റെ ഇപ്പം ഞാൻ മറ്റേ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ടിരിക്കുന്നത് ക്യൂബ് ചീസാണ്. വേണമെച്ചാൽ ചീസിൻ്റെ ഷീറ്റ് കിട്ടും, അതും വെക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ വെച്ചാൽ കുറച്ച് ചീസ് ഉപയോഗിച്ചാലും പ്രശ്നമില്ലല്ലോ. വലിയ ആൾക്കാർക്കൊക്കെ വെച്ചാൽ അതിൻ്റെ ചെറിയൊരു ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് കൂട്ട് കുറച്ചൊക്കെ ചെയ്യാം. അതിന് ശേഷം മറ്റേ സൈഡും കൂടി നന്നായി ബട്ടർ തേച്ചിട്ട് വയ്ക്കുക. അപ്പോൾ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്യണ ഇതാണെച്ചാൽ അതിൽ ചെയ്യാം. ഏതാ അവരവരുടെ വീട്ടിൽ അവൈലബിൾ വെച്ചാൽ അതിനനുസരിച്ചിട്ട്. ഇവിടെ ഞാൻ എൻ്റെ ഗ്രിൽ ടോസ്റ്റിൻ്റെ ഒരു ഇലക്ട്രിക്കിൻ്റെ ഇതുണ്ട്, അതിൽ വെച്ചിട്ടാണ് ചെയ്യണത്. അതിൽ കറക്റ്റ് ടൈമായി കഴിഞ്ഞാൽ അത് ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി ചൂടായിട്ട് ഇരിക്കുന്നുണ്ട്. അതിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെണ്ണയോ എന്താ വെച്ചാൽ തടവിയതിന് ശേഷം ഇത് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി. ഇത് വേഗത്തിലാവും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ വെച്ചാൽ ഇതിൽ ചെയ്യാം. അല്ലെങ്കിൽ ഗ്യാസിൽ വെക്കണതുണ്ടല്ലോ, അങ്ങനത്തും ചെയ്യാം. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉള്ളിൽ ചീസൊക്കെ നല്ല മെൽട്ടായി വന്നിട്ടുണ്ട്. നല്ല എരിവുള്ള കുറച്ച് സോസോ പിന്നെ ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കി നോക്കൂ, അഭിപ്രായം പറയൂ. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പം ഇനി പുതിയൊരു വീഡിയോയിൽ നല്ല ഒരു കിടിലൻ ഈസി റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.